പൊന്നാനി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നിർമ്മിച്ച സീനിയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സ്കൂൾ മാനേജർ CG രാജൻ അധ്യക്ഷനായി. നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പ് വിന്നർ MM ആദിദേവ് സമ്മാനദാനം നടത്തി. NN ട്രസ്റ്റ് രക്ഷാധികാരി സജീവ് വെട്ടിയാട്ടിൽ, SN ട്രസ്റ്റ് ട്രഷറർ KU ദിവ്യപ്രകാശൻ, SN ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, SN ട്രസ്റ്റ് രക്ഷാധികാരി മോഹനൻ വടക്കേടത്ത്, അക്കാദമിക് കൌൺസിൽ ചെയർമാൻ IR ബാലകൃഷ്ണൻ, PK മധുസൂദനൻ, UT ചിത്രാനന്ദൻ, CK പ്രഭാകരൻ, CV സുബ്രൻ, കുമാർദാസ്, KS ദീപക്, SN ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ PS ഉഷ എന്നിവർ സന്നിഹിതരായി. വിദ്യാലയത്തിന്റെ 25ാം വാർഷികം നടത്തി. കേരളം അക്ഷരം നിഷേധിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിന്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് മണ്ണിൽ മാടം വെട്ടാനും മലയാളിയെ വിലക്കിയിരുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ഇരുണ്ട കാലം ഭൂതകാല കേരളത്തിലെ ചരിത്രത്തിന്റെ ഭാഗമാണ്. സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഷൊർണൂരിൽ ട്രെയിൻ മാർഗം വന്നിറങ്ങി ഖരമാർഗം കേരളത്തിന്റെ ഹൃദയത്തോടുകൂടെ യാത്ര ചെയ്ത് കന്യാകുമാരിയിൽ ഇന്ന് വിവേകാനന്ദ പാറ എന്ന് വിളിക്കുന്ന അന്ന് പേരില്ലാതിരുന്ന പാറപ്പുറത്ത് കയറി 3 ദിവസത്തെ മൗനാധ്യായവും കഴിഞ്ഞ് വടക്കോട്ട് നോക്കി ഭ്രാന്താലയം എന്ന് അലറി വിളിച്ചത് ഈ കേരളത്തിന്റെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ മുഖത്തേക്ക് ഉള്ള ആളുക പ്രതിഷേധമായിരുന്നു എന്ന് കേരളത്തിലെല്ലാം അറിയാം. ഭ്രാന്താലയം എന്ന് വിളിക്കപ്പെട്ട കേരളം തൊട്ടുകൂടായ്മയും ചിന്തിക്കൂടായ്മയും അയിത്തവും അനാചാരവും മുതികരിച്ചിട്ടാടിയിരുന്ന കേരളം, മനുഷ്യനായി മലയാളിക്ക് ജീവിക്കാൻ അധികാരമില്ലാതിരുന്ന കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയത് ഇവിടെ മലകളും പുഴകളും കാട്ടരുവിയുടെ താളവും കാട്ടാറിന്റെ ഒഴുക്കുള്ളത് കൊണ്ടല്ല. ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും ചട്ടമ്പി സ്വാമികളും പൊയ്കയിലപ്പച്ചനും പണ്ഡിറ്റ് കറുപ്പനും പറഞ്ഞാൽ തീരാത്ത വിധം മലയാളിയെ ഇളക്കി മറിച്ച നവോത്ഥാന പോരാട്ടങ്ങൾ, അതിനെ തുടർന്നുള്ള പുരോഗമന ഈ പട്ടയം കിട്ടുന്നതിനൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ മന്ത്രി രാജനാണ്. വളരെ അഭിമാനം. നമുക്ക് അന്തിക്കാട് ഒല്ലൂർ മണ്ഡലം ഒക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ പുത്തൂര് വന്നു ചോള പാടിന്റെ. വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു നമുക്കൊരു +2 സീനിയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങുക എന്നുള്ളത്. അതിൻ്റെ ആദ്യ ഘട്ടമെന്ന നിലയിൽ നമ്മൾ അതിനുള്ള ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും.